നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയി കേൾക്കുന്ന ഒരു കാര്യമാണ് പേരിനൊപ്പം ഫാമിലി നെയിം അല്ലെങ്കിൽ ഒരു വാല് ചേർക്കാന്നുള്ളത്. കാരണം ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ ഇഷ്ടംപോലെ രാജഭരണം എന്ന് സാർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ രാജഭരണം അല്ല, പിന്നെ എന്തിനങ്ങനെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്തിനങ്ങനെ ഒരു നെയിം അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാസ്റ്റ് സിസ്റ്റം എന്താ അങ്ങനെ സ്ഥിരം കേൾക്കുന്നതാ. ഇപ്പൊ രാജഭരണം കൂടി മീൻസ് തമ്പുരാനും കൂടി ആണെങ്കിൽ അത് കുറച്ചും കൂടി ഇരട്ടിയാണല്ലോ. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറയുന്നത്, വളരെ പലർക്കും പല അഭിപ്രായമാണ്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഇതാണ്. എനിക്ക് അത്തരം കാര്യങ്ങളും താല്പര്യമില്ല. നമ്മൾ ഒതുങ്ങി പോകുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, അതിന് കാരണം വെച്ചാല് ഈ പരമ്പരാഗതമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഇത്തരം വാലുകൾ. അതിപ്പോ ഈ ഞങ്ങള് രാജകുടുംബക്കാർക്ക് മാത്രമല്ല. തമ്പുരാൻ, തമ്പുരാട്ടി അല്ലെങ്കിൽ വർമ്മ എന്നൊക്കെ ഒരു ടൈറ്റിൽസ് ആണ്, അല്ലെങ്കിൽ പേരിനൊപ്പമുള്ള വാലുകളാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. നായർ, പിള്ള, കുറുപ്പ്, പണിക്കര്, ഉണ്ണിത്താൻ, കർത്താക്കൾ, നമ്പൂതിരി, നമ്പിഷ്ടാതിരി അല്ലെങ്കിൽ പിഷാരടി, വാര്യർ, അയ്യർ, അയ്യങ്കാർ, ഈ മേനോൻ, ഇങ്ങനെ വാലുകൾ കൊണ്ട് അഭിഷേകമാണ് എവിടെ തിരിഞ്ഞാലും. എന്നിട്ട് ജാതിയില്ല, മതമില്ല, സമുദായമില്ല എന്ന് പറയുകയും ചെയ്യും. ഈ വേരുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം, നമ്മളുടെ ഈ വാലുകളെല്ലാം നിൽക്കുവാണല്ലോ ഇപ്പോഴും. അപ്പൊ ഒന്നുകിൽ എല്ലാ വാലുകളും മുറിച്ചു മാറ്റപ്പെടണം. അതിനായി ഗവൺമെന്റ് ഒരു ഓർഡർ പാസ്സാക്കണം. കേരള ഗവൺമെന്റ് ചെയ്യാം, അല്ല ഇന്ത്യ ഗവൺമെന്റ് ചെയ്യാം. ഇനി തൊട്ട് ഇത്തരം വാലുകൾ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ എടുക്കണം. അതല്ലെങ്കിൽ പിന്നെ ഗസറ്റ് കൊടുത്ത് നമ്മൾ അതിന്റെ പേരുകൾ മാറ്റി ഓരോരുത്തർക്കും ചെയ്യാം. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിലേ പണിക്കർ എന്നുള്ളത് മാറ്റാം, കുറുപ്പ് എന്നുള്ളത് മാറ്റാം, എന്ത് വേണമെങ്കിലും മാറ്റാം. എത്ര പേരുണ്ട് അതിപ്പോ ഇതില് മാത്രമല്ല, ഓരോ കമ്മ്യൂണിറ്റിയിലും ഇല്ലേ. ഇപ്പൊ നമ്മളങ്ങനെ പറയുമ്പോ ഹിന്ദു എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും ഒക്കെ ചില സ്ഥാനപ്പേരുകളും അല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലേ, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒരു വിഷയമാക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇതൊക്കെ കാലാകാലങ്ങളില് നമ്മള് ഇങ്ങനെ അനുഭവിച്ചു വരുന്നതാണ്. ഇതിപ്പോ ഈ രാമവർമ്മ തമ്പുരാൻ എന്നുള്ള എന്റെ പേര് ഞാനിട്ടതല്ലല്ലോ. ഞാൻ ജനിച്ച് എനിക്ക് ഓർമ്മ വെക്കുന്നത് ഇപ്പൊ പേരിടൽ കർമ്മത്തിൽ എന്റെ അച്ഛനോ അമ്മാവന്മാരോ അല്ലെങ്കിൽ അവരൊക്കെ അല്ലേ ഇത് ഇടുന്നത്, രാമവർമ്മ തമ്പുരാൻ. ഞാൻ ആഗ്രഹിച്ചിട്ടാണോ? ഇട്ട് സ്കൂളിലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പേര് നമുക്ക് അത് വെച്ചല്ലേ പറ്റും. നമുക്ക് എങ്ങനെ മാറ്റാം? എന്റെ പേര്, എന്റെ പാസ്പോർട്ട്, എന്റെ SSLC ബുക്ക്, എന്റെ ആധാർ, എല്ലാ ഒഫീഷ്യൽ രേഖകളും രാമവർമ്മ തമ്പുരാനും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ ഗസറ്റ് കൊടുത്ത് ഇത് മാറ്റണം. അതിനപ്പൊ ഒന്നുകിൽ പുതിയ നിയമങ്ങൾ തരണം. എനിക്ക് പക്ഷെ ഈ പേരുകൾ അപ്പൊ അതൊക്കെ ഇപ്പൊ എന്റെ എല്ലാവരും ഇല്ലേ. ഞാൻ വേറെ കാര്യം പറയട്ടെ, വളരെ എന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഇതെല്ലാം പേരുകൾ വാലൊക്കെ എല്ലാവരും വാലുകൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ രാജഭരണം മാത്രമല്ല, രാജഭരണം ജനാധിപത്യ ഭരണം വന്നു. ഈ ഭരണതലത്തിൽ ഇരിക്കുന്ന എത്രയോ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, അവർക്കും വാലുകളുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റേണ്ടി വരും. ആ വാലുകൾ മാറ്റി പുതിയ സ്മാരകങ്ങൾ പേര് അടിച്ച് ഉണ്ടാക്കേണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രതിമ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഇപ്പം EMS നമ്പൂതിരിപ്പാട് അങ്ങനെയല്ലേ പറയുന്നത്. പേരുണ്ടല്ലോ, ഒരു PK വാസുദേവൻ നായർ അല്ലേ, എല്ലാത്തിലും ഇല്ലേ. അച്യുതമേനോൻ അല്ലേ. ഏത് പാർട്ടി എടുത്താലും, ഞാനിപ്പോ ഒരു പാർട്ടി എന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനിയിപ്പോ ഇതേ പറഞ്ഞുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞ പ്രശ്നമാക്കരുത്. അയാൾ അത് മാത്രമേ പറഞ്ഞുള്ളല്ലോ. എല്ലാത്തിലും എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. പല ബഹുമാന്യരായ എത്രയോ രാഷ്ട്രീയ പ്രമുഖർ, അവരെല്ലാരും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. എനിക്കും എന്റേതായ രാഷ്ട്രീയമുണ്ട്. അപ്പം അത്തരം രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യരായവർക്കും വാലുകളുണ്ട്. അപ്പൊ അതും മാറ്റണം, എല്ലാം മാറ്റണം. ഞാൻ പറയുന്നത് പുതിയൊരു സംവിധാനം വരണം. ഇനി തൊട്ട് വാലുകൾ ആരും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ രാമവർമ്മ തമ്പുരാൻ രാമനായിക്കോളാം, സന്തോഷം, കുഴപ്പമില്ല. രാമൻ എവിടെയെങ്കിലും അവന് കൊട്ടാത്തില്ല, രാമനെ അറിയില്ല, പാട്ടൊക്കെ പാടും, രാമൻ, എന്താ കുഴപ്പം? ഒന്നുമില്ല. രാമവർമ്മയും വേണ്ട, തമ്പുരാനും വേണ്ട. പാവം നമ്മുടെ എത്രയോ പേരുണ്ട്. ഇപ്പൊ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി,
അപ്പം നമുക്കിപ്പോ അദ്ദേഹം കൈതപ്പുറം കുറെ വയലാർ രാമവർമ്മ കുറെ കഴിയുമ്പോ വയലാർ എന്നറിഞ്ഞു വയലാറൊക്കെ ഞാൻ പറയും സ്വാതി തിരുനാൾ രാമവർമ്മ ഇപ്പൊ നമ്മുടെ എന്താ പറയാ കുടുംബത്തിലെ ആൾക്കാരെ പറയുമ്പോ അങ്ങനെ ബന്ധുക്കളെ വെച്ച് പറയുമ്പോൾ അങ്ങനെ വായിലുകൾ ഒരുപാട് കിടപ്പുണ്ട്. മനസ്സിലായി. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, AR രാജരാജവർമ്മ, അപ്പൊ രാജാ രവിവർമ്മ. അപ്പൊ ഇതെല്ലാം മാറ്റമുണ്ട്, എല്ലാം മാറ്റം. എല്ലാം മാറ്റി ഞാൻ പറഞ്ഞ ഇനി പണ്ടേ അല്ല, ഇനി ചരിത്രം എഴുതുമ്പോൾ മാറ്റി അല്ലെങ്കിൽ പുതിയ എഴുതരുത്. പുസ്തകങ്ങൾ എഴുതുമ്പോൾ പണ്ടത്തെ ആൾക്കാര് വാലുകളൊന്നും വേണ്ട. രാജാരവർമ്മ ഇപ്പൊ എങ്ങനെയാവും? വെറും രവിയായിരുന്നു. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ കേട്ടോ. എനിക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും ഒരു അഭിപ്രായമില്ല. ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ വാലുകളും അതും ഒക്കെ വെച്ച് എത്രയോ കാര്യങ്ങൾ നമുക്ക് എത്രയൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞ ഈ ജാതിയും മതവും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പേരങ്ങനെ ആയി പോയത് കൊണ്ട് നമുക്ക് എന്താ പറയാ പലപ്പോഴും ഇങ്ങനെയുള്ള അതിനെന്താ പറയാ പലരിൽ നിന്നും പലതും കേൾക്കേണ്ടി വരാൻ വിഷമം തോന്നുന്നു. എന്തിനാണ് ഇത്